ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷ് അറസ്റ്റിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. കൊലപാതകത്തിന് തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി സതീഷിന് കൊല്ലം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം റദ്ദാക്കുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ പിതാവ് പറഞ്ഞു. അതുല്യയുടെ മരണത്തിൽ കൊല്ലം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം വിവരമറിയിച്ചതിനെ തുടർന്ന് വലിയതുറ പോലീസ് എത്തി സതീഷിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സതീഷ്. സതീഷിനെതിരെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. സതീഷ് കൊലപാതകം നടത്തിയതിന് തെളിവില്ല. ദുബായിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ കോടതി സതീഷിനെ താൽക്കാലികമായി ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം അനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് സതീഷ് ഇന്ന് നാട്ടിലേക്ക് വരുന്നത്. സതീഷിന് ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പിന്നെ ഇവനെ പോലുള്ള കുറ്റവാളികൾക്ക് ഇന്ന് ജാമ്യം കൊടുത്ത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം ഉണ്ടാക്കുകയാണ്. അവന് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും കൂടാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇനി അതിനുവേണ്ടിയെങ്കിലും ഒരു മാതൃകാപരമായിട്ട് ഇവനെയൊക്കെ ശിക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ ജാമ്യം കൊണ്ട് റദ്ദാക്കി അവനെയൊക്കെ അകത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കഴിഞ്ഞ ജൂലൈ 19 അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ സതീഷാണെന്നായിരുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി. അന്വേഷണത്തിന്റെ ഭാഗമായി സതീഷിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.